ടോക്സിക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയല്, എന്താ പറയാ, നിലപാടില്ലായ്മയുടെ ഒരു 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 കൂട്ടം തന്നെയാണ് എന്റെ പൊന്നെ. ഒരു സീനൊന്നും വന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ആരുടെ സിനിമയിലാന്നുള്ളത് കൂടി അതാണ്. ഡയറക്ടർ എന്നുള്ളതാണ് ചോദ്യം. ആ പ്രസ് മീറ്റിലെ പെണ്ണിനെ കൊണ്ടുപോയി നാട്ടിച്ചിട്ടോള്. അതെ, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയുമോ മുക്കാനെ. മനുഷ്യ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടിരുന്നത്. അവള് പറഞ്ഞത് വെച്ചാണെങ്കിൽ മമ്മൂട്ടിനെ പോലെ അത്രയും സ്റ്റാർഡം ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ ചെയ്യുമ്പോൾ അത് എല്ലാവരും കൂളായിട്ട് പെർസീവ് ചെയ്യുന്ന പറഞ്ഞു. അതിന് ചിലപ്പോൾ കൂളായിട്ട് എടുക്കും എന്നുള്ളത്. അപ്പൊ യശിനെ, മമ്മൂട്ടിനെ യശിനെ വെച്ച് കമ്പയർ ചെയ്യാം. മമ്മൂട്ടിന്റെ സ്റ്റാർഡം അവിടെ, യശിന്റെ സ്റ്റാർഡം അവിടെ. യശ് എന്ന് പറയുമ്പോ ഇന്ത്യ മൊത്തം അറിയുന്ന, എന്തിന് കുട്ടികൾ വരെ ഫാൻസ് ആയിട്ടുണ്ട് റോക്കി ബോയ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ മൂപ്പർ ഇങ്ങനെ ഒരു ആക്ട് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ പറഞ്ഞ എന്താണെന്നറിയോ, മമ്മൂട്ടിയെ പോലെ ഒരു ആക്ടർ അങ്ങനെ ചെയ്യുമ്പോൾ അത് ജനറലൈസ് ചെയ്യും. അത് ഭയങ്കരമായിട്ട് ആളുകൾക്കിടയിൽ ഭയങ്കര സെക്സി, ഭയങ്കര ഒരു നോർമലായിട്ട് മാറും. അതായത് ആളുകളെ മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പൊ യശ് ചെയ്യുമ്പോൾ ഈ സാധനം എന്ത് ചെയ്യും, മൂപ്പരല്ല കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതെ, പിള്ളേർക്ക് രോമാഞ്ചമാണ് പറഞ്ഞാ തന്നെ മതി. അത് ഇത്ര ഇന്റിമേറ്റ് ഉള്ള സാധനം. കസബയില് അങ്ങനത്തെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. മമ്മൂട്ടി ആസ് എ പേഴ്സൺ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പുള്ളി ക്യാരക്ടർ തന്നെ എന്തും ചെയ്യും. ഓക്കെ, അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ മൂപ്പര് കളങ്കാവിൽ അഭിനയിച്ചു. ആരെങ്കിലും പോയി ഇങ്ങോട്ട് അമ്മാര് പരിപാടി കാട്ടുണ്ടോ? അത് സിനിമ ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് ആണ്. അതിന് ആ രീതിയിൽ കാണുക വീട്ടിൽ, അത്രേ ഉള്ളൂ. ഇതൊരുമാതിരി ഇതെന്തുകൊണ്ട് അങ്ങനെ വിടുന്നില്ലാന്ന് വിടുവായിരുന്നു. അത് അന്ന് അവൾ അങ്ങനത്തെ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് വുമൺ ഒബ്ജക്ടിഫിക്കേഷൻ. പക്ഷെ അത് ചെയ്യരുതെന്ന് പറയുന്ന ഒരാള് അതന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സിനിമയിൽ അങ്ങനെ കണ്ടിട്ട് അത് മോശം എന്ന് പറയുകയും എന്നിട്ട് നാളെ പിറ്റേ തന്റെ സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോ അവിടെ പ്രശ്നം. നിലപാടില്ലാതെ മാത്രമേ. ഇതേ ഒരു സാധനം പൃഥ്വിരാജ് പണ്ട് പറഞ്ഞേന്ന്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാനൊരു ഷോർട്സ് കണ്ടത്. മൂപ്പര് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ സിനിമ വുമൺ ഒബ്ജക്ടിഫിക്കേഷൻ അൺഫോർച്ചുനേറ്റ്ലി വുമൺ ഒബ്ജക്ടിഫിക്കേഷനുമായിട്ട് യൂസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി, അതായത് അത് സംഭവിക്കാൻ പാടില്ലാത്തെന്ന് സംഭവിക്കുന്ന പോലെ. എന്നിട്ട് മൂപ്പര് ഡയറക്ട് ചെയ്തപ്പോ മൂപ്പര് ഒരു ഐറ്റം ഡാൻസ് വെച്ച് അതൊരു വുമൺ ഒബ്ജക്ടിഫിക്കേഷൻ ആണ്. അതിന് മൂപ്പര് കൊടുത്ത മറുപടി എന്താ അറിയാം, ഒരു ന്യായം. ആർട്ട് എന്ന് പറയുന്ന, സോറി, സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് ആർട്ട് ആണെന്ന്. ഓക്കെ, ഒബ്ജക്ടിഫിക്കേഷൻ ശരിയാണെന്നാണ് പറയുന്നത്. മൂപ്പര് പണ്ട് പറഞ്ഞത് എന്താണ്, അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യൻ സിനിമ യൂസ് അല്ല ഷോ. പണ്ടത് മോശമാകും, മൂപ്പര് ചെയ്യുമ്പോ ഈ വർഷം തന്നെ വേറൊരാള് പോയിട്ടുണ്ട് അങ്ങനെ. മറ്റേ രജിഷാന്റെ ഇതൊന്നും ഞാൻ ചെയ്യില്ല. അതിന്റെ ക്യാമറ ആംഗിളിങ് അതൊന്നും ശരിയല്ല. ഡ്രസ്സിങ് ബോഡി പാർട്സ് കാണിക്കുന്നത് അത് കോമഡി അതല്ല. ഇവരോട് ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, ഈ ഐറ്റം ഡാൻസിലൊക്കെ താങ്കൾ ചെയ്യുമെന്ന്. ഞാൻ ചെയ്യൂല, ഒരിക്കലും ചെയ്യൂല. അതായത് ആ സോങ്ങിൽ യൂസ് ചെയ്യുന്ന വരികൾ പോലും അവൾക്ക് പറ്റില്ലത്ര. ലിറിക്സ് എരിവും പുളിയും ചെയ്യുന്നൊന്നും കുഴപ്പമില്ല. ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞിട്ട് പിന്നെ അത് തന്നെ വന്ന് ചെയ്ത് വളരെ മോശം. നിലപാടില്ലാത്തതിന്റെ ഒരു കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞു. അതെ, ഒന്നില്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാണ്ടിരിക്കുക, അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. പറയാൻ വേണം, ചെയ്യാൻ വേണം. അതൊന്നൊരു പരിപാടി. ഞങ്ങളൊക്കെ എന്താ പൊട്ടന്മാരാന്ന് വിചാരിക്കുന്നത്. പിന്നെ പറയുമ്പോ ആദ്യം ഒരു ആവേശത്തിലാണ് പറയും, പിന്നീട് പടൊക്കെ ചെയ്ത് പണ്ട് പറഞ്ഞും പോയി. പക്ഷെ ഇതിന്റെ ട്രെയിലർ, ടോക്സിക്കിന്റെ ട്രെയിലർ ഇറങ്ങിയതോടെ കൂടി ഗീതു മോഹൻദാസ് നല്ല കയറ്റം കയറി. ഗൂഗിളിൽ തന്നെ ട്രെൻഡിങ് ആയിരുന്നു. പിന്നെ യാഷിന്റെ എന്തോ ഇതുണ്ടല്ലോ അല്ലേ,
ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമ മാത്രമേ ചെയ്യുള്ളൂ. അവർക്ക് അൺകംഫോർട്ടബിൾ ആയിട്ടൊന്നും ചെയ്യില്ലാന്ന്. ഇതെന്താണാവോ? ഇത് അൺകംഫോർട്ടബിൾ ഒന്നും അല്ലല്ലോ അല്ലേ? ഇത് ഭയങ്കര സംശയമാണ്. അതെ അതെ, എങ്ങനെ നടന്ന മനുഷ്യൻ റോക്കി ബായ്, അത്ര മാസ് ക്യാരക്ടർ. ഷസാമ് പറഞ്ഞാണ് ഓർമ്മ വരുന്നേ. ഈ രണ്ട് കളി കളിക്കാനാണ് 2 വർഷം കളഞ്ഞത്. മൂപ്പരാണല്ലേ റൈറ്ററും കൂടി. മൂപ്പരും സ്ക്രീൻ പ്ലേയില് പുള്ളിയും കൂടി ഉണ്ട്. അതായത് പുള്ളിക്ക് വേണ്ട സീൻ പുള്ളിന്നെ അടിച്ചുണ്ടാക്കിന്ന്. പുള്ളിക്ക് എനിക്ക് 2 സീൻ വേണം ചേച്ചി. ഇത് അതങ്ങനെയല്ല, എങ്ങനെയാണ്? അത് പിന്നെ ഭായി നമ്മളിവിടെ കൊറേ മുന്നേ പ്രസ് മീറ്റ് ഇങ്ങനൊക്കെ പറഞ്ഞത്. അതൊന്നും കുഴപ്പമില്ല, സിനിമല്ലേ. ഞാൻ എനിക്ക് തോന്നട്ടാ മറ്റേ, അതായത് ആദ്യം ഒരു മിനിറ്റിന്റെ ഒരു സാധനം ആക്കില്ല, ട്രെയിലർ ടീസർ പോലെ സംഭവം. ഇപ്പൊ 2ാമത് ഇറക്കി ടോപ്പിക്കിന്റെ. ഫസ്റ്റത്തെ രസമുണ്ട്, 2ാമത്തെ എന്തൊക്കെയോ ഒരു ആ കളർ ഗ്രേഡിങ് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. ഫസ്റ്റ് ഭയങ്കര ഒരു KGF പോലത്തെ ഒരു നൈറ്റ് എടുത്തോണ്ടായിരിക്കാം. KGF 1ന്റെ ഒരു ഇതുണ്ട്, ഭാരതീനൊക്കെ ഉള്ളതിന്റെ ബാംഗ്ലൂര് പോകുന്നുണ്ടല്ലോ, അതിന്റെ ഒക്കെ ഒരു വൈബ് അടിച്ച് അന്നേ ട്രോൾ കേട്ടാ. അന്ന് ആ സാധനം കണ്ടതിന് ശേഷം ഗീതു സന്തോഷിന് ട്രോളുകൾ കിട്ടുന്നുണ്ട് അന്ന് തന്നെ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ പറയാ, പുള്ളിക്കാരി ഇതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്താണോ സംശയമുണ്ട്. എനിക്കും ഡൗട്ട് തോന്നുന്നുണ്ട്. കോമഡി അതല്ല, ഇനി പ്രൊമോഷന് കാണുമെന്നുള്ളതാണ്. അതാണ് പ്രൊമോഷന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇതിപ്പോ കേറി. അങ്ങനല്ല, പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചാൻസ് കുറവാ. ഞാൻ എന്തായാലും ടോപ്പിക്ക് പറ്റേ കണ്ടറിയാം എന്താണ്. ട്രെയിലറിൽ ഇങ്ങനെ കാണിച്ചപ്പോ പടത്തിൽ എന്താണെന്നുള്ളത് കണ്ടെന്നറിയണം.